ഫോറമാളിലുള്ള പി വി ആറിലാണ് ഗ്രീൻലാൻഡ് 2 മൈഗ്രേഷൻ എന്ന് പറയുന്ന സിനിമ കാണാനെത്തിയത്. ടിക്കറ്റിന് വേണ്ടി പി വി ആർ പാസ്പോർട്ട് ഉപയോഗിച്ചതുകൊണ്ട് 250 രൂപയുടെ ടിക്കറ്റ് 123 രൂപയ്ക്ക് കാണാൻ സാധിച്ചു. 2K ലേസർ പ്ലസ് 7.1 ആണ് ഇവിടുത്തെ സ്പെക്ക് വരുന്നത്. ഗ്രീൻലാൻഡ് 2 മൈഗ്രേഷൻ എന്ന് പറയുന്ന സിനിമ എനിക്ക് നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന സിനിമ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ലോകം അവസാനിക്കാൻ പോകുന്നു, അതായത് കുറേ ഉൽക്കളൊക്കെ വീണ് ലോകം അവസാനിക്കാൻ പോകുന്നതിൻ്റെ അതിൻ്റെ ഒരു ഇൻഫർമേഷൻസ് കൺട്രിക്ക് കിട്ടുമ്പോൾ ഈ ലോകം മുഴുവൻ അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഓരോരോ മേഖലകളിൽ നിന്നും ഓരോരുത്തരെ തിരഞ്ഞെടുത്ത് വീണ്ടും റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തീരുമാനിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവരെ മാത്രമായിട്ടൊരു ഷെൽട്ടറിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഹീറോ ജോൺ ജെറാൾഡ് ബട്ട്ലറാണ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഒരു കൺസ്ട്രക്ഷൻ ബിൽഡർ ആയതുകൊണ്ട് തന്നെ ജോണിന് ആ ഒരു ക്ഷണം ലഭിക്കുകയും പിന്നീട് അതിനിടയിൽ ഫാമിലി സ്പ്ലിറ്റായി പോകുന്നു. പഴയ സിനിമകളൊക്കെ പോലെ തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് കുട്ടി പോകുന്നു, ഭാര്യ വേറെ വഴിയിലായി പോകുന്നു, ഭർത്താവ് വേറെ വഴിയിലായി പോകുന്നു. അങ്ങനെ ആ ഒരു ടെൻഷൻ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് പാർട്ട് പോയത്. ഫസ്റ്റ് പാർട്ടിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു ആ ബങ്കറിലുള്ള ജീവിതം അവിടെ എത്തുന്നു, ലോകം അങ്ങ് അവസാനിക്കുന്നു. അതാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന സിനിമ. അത് അവിടെ തീരുന്നത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഈ ബങ്കറിലുള്ള ലൈഫ് ഏകദേശം 5 വർഷമാണ്. പുറത്തുള്ള ലോകം എന്ന് പറയുന്നത് റേഡിയേഷനും ഒരുപാട് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയല്ല. പക്ഷേ 5 വർഷത്തോളം ബങ്കറിൻ്റെ അകത്ത് താമസിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവർ താമസിച്ചിരുന്ന ഈ ബങ്കർ ആ ഷെൽട്ടറിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പോൾ അവിടെയും ആ പറയുന്ന ആ ഒരു സേഫ് അല്ല എന്നുള്ളൊരു ആ കാര്യം അവർ അറിയുകയും പിന്നെ ഒരു മൈഗ്രേഷൻ, ഈ സിനിമ ഗ്രീൻലാൻഡ് 2 മൈഗ്രേഷൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ മൈഗ്രേഷൻ എന്നുള്ളത് ഇവർക്ക് ഈ സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടണം. അപ്പോൾ സാധാരണ ഒരു വേൾഡ് പോലെയല്ല. അപ്പോൾ ഇംഗ്ലീഷ് ചാനൽ എന്നൊക്കെ പറയുന്ന ഇപ്പോൾ ഈ സിനിമയിൽ അവിടെ വെള്ളമില്ല, അവിടെയൊക്കെ ഒരു പർവ്വതമായിട്ട് മാറി. അപ്പോൾ ആ രീതിയിലൊക്കെ മൊത്തത്തിൽ വേൾഡിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഈ 5 വർഷം കൊണ്ട്. വലിയൊരു അപ്പോക്ലിപ്സ് ആണല്ലോ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇവരുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ബങ്കറിലേക്ക്, അതായത് ഈ ആ ഒരു ഷെൽട്ടറിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള നായകൻ്റെയും ഫാമിലിയുടെയും ആയിട്ടുള്ള അവരൊരു പലായനമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഈ ഷെൽട്ടറിൽ നിന്ന് അവർ വേറൊരു സ്ഥലത്തേക്ക്, അതായത് ഇനി ഇവിടെ സേഫ് അല്ല, അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. അതായത് ഇനി അങ്ങോട്ടേക്ക് വേൾഡ് റീബിൽഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെവിടെയാണ് ആ സ്ഥലം എന്ന് മനസ്സിലാക്കി ആ സ്ഥലത്തേക്കുള്ള അവരുടെ യാത്രയാണ് ഗ്രീൻലാൻഡ് 2 മൈഗ്രേഷൻ എന്ന് പറയുന്ന ഈ സിനിമ പറയുന്നത്. ഈ സിനിമയുടെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഗംഭീരമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സിനിമ കണ്ടത് PVR ഫോറം മാൾ ഓഡി 5-ലാണ്. ഓഡി 5 ഒരു കിഡിലൻ സ്ക്രീനാണ്, സ്കോപ്പ് റേഷ്യോ സ്ക്രീനാണ് അവിടെ വരുന്നത്. മാത്രമല്ല ഇതിൻ്റെ സൗണ്ട് 7.1 എന്ന് പറയുന്ന ആ സറൗണ്ട് സൗണ്ടിൻ്റെ ഏറ്റവും കിഡിലൻ വേർഷൻ എന്നൊക്കെ എനിക്ക് വിശേഷിക്കാൻ പറ്റുന്ന ഒരു സ്ക്രീനാണ് PVR ഫോറം മാളിലുള്ള ഓഡി 5. ഓഡി 5-ൽ ഈ സിനിമയിൽ തന്നെ ഇതിനകത്ത് ഒരു എർത്ത് ക്വേക്കിൻ്റെ സീനുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ ലിറ്ററലി ഒരു എർത്ത് ക്വേക്ക് ഉണ്ടാകുന്ന പോലുള്ള രീതിയിലുള്ള സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് സ്ക്രീനിൽ നിന്ന് കിട്ടിയത്. ഇതിനു മുമ്പ് സ്പൈഡർമാൻ റിലീസൊക്കെ ആയപ്പോൾ ഞാൻ ആ സ്ക്രീനിൽ ആ പടം കണ്ടു. ഓഡി 5-ൽ ഞാൻ ഏതൊക്കെ ഇംഗ്ലീഷ് ഫിലിംസ് കണ്ടിട്ടുണ്ടോ, നല്ല സൗണ്ട് ഡിസൈനുള്ള ഏതൊക്കെ പടം കണ്ടിട്ടുണ്ടോ, ഇന്നേ വരെ നിരാശപ്പെട്ടിട്ടില്ല. അത്രയ്ക്ക് കിഡിലൻ ഓഡിയാണത്. അപ്പോൾ ഈ സിനിമയിൽ സുനാമി എന്നൊരു സീനുണ്ട്, പിന്നെ റേഡിയേഷൻ കാരണം ഒരുപാട് ഈ നാച്ചുറൽ ഡിസാസ്റ്റർ എന്നൊക്കെ പറഞ്ഞു സ്റ്റോം വരുന്നത്, പിന്നെ സുനാമി, പിന്നെ എർത്ത് ക്വേക്ക് വരുന്നത്, അങ്ങനെ ഒരുപാട് സീക്വൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഈ സൗണ്ട് ഡിസൈനും മറ്റേതൊക്കെ കിഡിലാണ്. ഈ ഇംഗ്ലീഷ് സിനിമകളിൽ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഡീഫോൾട്ടായിട്ട് തന്നെ ടെക്നിക്കലി അടിപൊളി ആയതുകൊണ്ട് സൗണ്ട് മിക്സിങ്, സൗണ്ട് ഡിസൈനിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓഡി 5 കൂടി ആയപ്പോൾ ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്കൊരു നല്ലൊരു അനുഭവമായിട്ട് മാറുന്നു എന്ന് പറയില്ലേ. അപ്പം അങ്ങനത്തെ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു ഗ്രീൻലാൻഡ് 2 മൈഗ്രേഷൻ എന്ന് പറയുന്ന ഈ സിനിമ. ഇനി സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തീം ഫസ്റ്റ് പാർട്ടിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡ് ബിൽഡിങ് അത് ഈ സിനിമയിൽ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബാൻഡൻഡ് ആയിട്ടുള്ള കുറേ സിറ്റീസ്, റെഫ്യൂജീസ്, അതായത് ഇന്നത്തെ ആ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ആ ഒരു സിറ്റുവേഷനിൽ റെഫ്യൂജീസ് എത്രത്തോളം എങ്ങനെയൊക്കെയാണ് അവരുടെ ആ ഒരു അവസ്ഥ എന്നുള്ളതൊക്കെ ഈ സിനിമയിൽ എല്ലാവരും, അതായത് ഈ ഒരു സിറ്റുവേഷനിൽ പോലും എങ്ങനെയാണ് മനുഷ്യൻ്റെ ഇടയിൽ വേർതിരിവ് ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം സിനിമ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ ഇതിൻ്റെ ഫാമിലി ഇമോഷന് നല്ല രീതിയിൽ പ്രാധാന്യം കൊടുത്തിട്ടാണ്. ഇതിനകത്തുള്ള ഒരു ഫാമിലിയുടെ കഥയാണ് പ്രധാനമായിട്ടും പറയുന്നത്. പക്ഷേ അതിൽ ആ ഫാമിലിനെ ചുറ്റിപ്പറ്റി വന്നു പോകുന്നവർ, അവരുടെ ആ ഒരു ഇനി അങ്ങോട്ടേക്ക് എന്ത് എന്നുള്ളതൊരു ഹോപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഇല്ലാതെയുള്ള ആ രീതിയിലേക്കുള്ള ഒരു ഫാമിലി ഇമോഷൻ, ക്ലൈമാക്സ് അടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹെവി ഇമോഷൻ ആ രീതിയിലേക്ക് തന്നെയാണ് സിനിമ പോകുന്നത്. പിന്നെ എനിക്കതിൻ്റെ സ്ക്രിപ്റ്റിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റർ ഇത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഫസ്റ്റ് പാർട്ടിൽ. അപ്പോൾ ഈ ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഈ സർവൈവലിന് വേണ്ടി അവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും സ്ട്രോങ് ആയിട്ട് പടം പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നോക്കുക മൈഗ്രേഷൻ, ഇതിനകത്തേക്ക് ഫ്രാൻസിലുള്ളൊരു സ്ഥലത്തൊക്കെയാണ് ഇനി അവർക്ക് പ്രോപ്പറായിട്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ള ഒരു ഘട്ടം വരുന്നുണ്ട്. അപ്പോൾ ഈ മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ഒരു ഇനീക്വാളിറ്റി, ബോർഡർ ഇഷ്യൂസ്, ഇപ്പോൾ റെഫ്യൂജി ക്രൈസിസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്.
നമുക്ക് ഓൾറെഡി പരിചയമുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറിൻ്റെ ഫെയ്റ്റ് എല്ലാം ഈ റെഫ്യൂജി ക്രൈസിസിലൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറച്ച് ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള സീൻസും കാര്യങ്ങളൊക്കെ ഈ പടത്തിൽ വരുന്നുണ്ട്. പിന്നെ ഈ സിനിമ ഒരു ഫാസ്റ്റ് പേസ്ഡ് പടമൊന്നുമല്ല. നമ്മളിപ്പോൾ ഡിസാസ്റ്റർ ഫിലിമൊക്കെ കാണുമ്പോൾ ഭയങ്കര എൻഗേജിങ് ആയിട്ട് ത്രില്ലിംഗ് ആയിട്ട് അങ്ങനെയുള്ളൊരു സംഭവമൊന്നുമല്ല. ഇതിനകത്തേക്ക് ഈ ഷെൽട്ടറിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്കുള്ള ഒരു ജേണി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ ജേണിയിലാണ് ഇടയ്ക്ക് നടക്കുന്ന ഈ റെഫ്യൂജി കോൺഫ്ലിക്റ്റ് ആണെന്നുണ്ടെങ്കിലും അതല്ലാതെ ഈ സ്ഥലത്തേക്ക് എത്താൻ, കാരണം ലോകം അവസാനിച്ചിരിക്കുകയാണ്, അവനുള്ളത് എനിക്കില്ലല്ലോ എന്നുള്ളൊരു ചിന്ത, ആ ചിന്ത മനുഷ്യനെ മൃഗമായി മാറ്റുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള ഈ യാത്രക്കിടയിൽ നായകനും കുടുംബത്തിനും നേരിടേണ്ടി വരുന്ന അങ്ങനെ ഒരുപാട് ക്രൈസിസ് കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. ഇതിനിടയിൽ ഒരു ബോർഡർ, അതായത് ഇംഗ്ലീഷ് ചാനൽ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിപ്പോൾ ഒരു അവിടെ ഇപ്പോൾ വെള്ളം എന്ന് പറയുന്ന സംഗതി തന്നെ ഇല്ല. അതിനകത്ത് ഇവരൊരു ബ്രിഡ്ജിലൂടെ ക്രോസ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസാണ് ഈ പടത്തിൽ, ഈ എൻറ്റയർ ഫിലിമിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ത്രില്ലിംഗ് എലമെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് വരുന്നത്. പക്ഷേ എൻറ്റയർ സിനിമ നമുക്ക് എവിടെയും ബോറടിയും കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഈ ത്രില്ലിംഗ് എന്നതിനേക്കാളേറെ റിയാലിറ്റി ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ എങ്ങനെ പെരുമാറും, ആ ഒരു ക്രൈസിസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ചിന്തിപ്പിക്കുന്ന രീതിയിൽ സിനിമ പറയുന്നുണ്ട്. ബാക്കിയുള്ള ഡിസാസ്റ്റർ ഫിലിംസിനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലെസ് ഡിസ്ട്രക്ഷൻ മോർ കോൺസിക്വൻസസ് എന്നുള്ള രീതിയിലാണ് ഈ സിനിമയുടെ കഥ മൊത്തത്തിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് എന്ത്, മാനവരാശിയുടെ ഭാവി എന്ത് എന്നുള്ളൊരു ചോദ്യചിഹ്നം, ആ ചോദ്യചിഹ്നത്തിൽ ഊന്നി പിന്നീട് ഒരു യാത്ര എന്നുള്ള രീതിയിൽ പോയി. എനിക്കിത് വളരെ സ്ലോ ആണെന്നോ ആ രീതിയിലൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ സ്ക്രീനിൽ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം എൻഗേജിങ് ആണ്. അതിനിടയിൽ സുനാമി ആണെന്നുണ്ടെങ്കിലും എർത്ത് ക്വേക്ക് ആണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ സമയത്തുള്ള നിങ്ങൾ നല്ല തിയേറ്ററിലാണ് ഈ സിനിമ കാണുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ സൗണ്ട് ഡിസൈൻ ഒന്നും പറയാനില്ല. ലിറ്ററലി അവിടെ എർത്ത് ക്വേക്ക് ഉണ്ടാകുന്ന രീതിയിൽ നമ്മളെ ആ ഒരു സീക്വൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ എൻഗേജ് ചെയ്യുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് ഇവരുടെ ഒരു യാത്ര, ആ യാത്രയുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ, പിന്നെ ഫാമിലി ഡൈനാമിക്സിൽ ഊന്നിയാണ് ഇതിൻ്റെ ഫൈനൽ ആക്ട്, പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നത്. ഒരു നല്ലൊരു ഇമോഷണൽ വെയിറ്റേജോട് കൂടി തന്നെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ബാക്കിയുള്ള ഡിസാസ്റ്റർ ഫിലിംസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആക്ഷൻ സെറ്റ് പീസസോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല എന്നുള്ളൊരു പരാതിയൊക്കെ ഉണ്ടെങ്കിലും സ്ക്രീനിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ എൻഗേജിങ് ആയിരുന്നു. പിന്നെ ക്യാരക്ടേഴ്സിനോട് നമുക്കൊരു അടുപ്പം തോന്നുന്നുണ്ട്. ഇതിലെ ക്യാരക്ടേഴ്സിനോട് നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും തോന്നുന്നുണ്ട്. ഈ സിനിമ നല്ലൊരു സ്ക്രീനിലാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സിനിമാറ്റിക് എക്സ്പീരിയൻസ്, ആ ഒരു എക്സ്പീരിയൻസും കൂടി കണക്കിലെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു എബോ ആവറേജ് ലെവലിൽ വരുന്ന സിനിമയാണ് ഗ്രീൻലാൻഡ് 2. ഒരു കാര്യം പറയാൻ മറന്നു, ആക്ച്വലി PVR പാസ്പോർട്ട് ഉപയോഗിച്ച് നിങ്ങൾ ഈ സിനിമ ബുക്ക് ചെയ്യുകയാണെന്ന് വെക്കുക. 123 രൂപയാണ് മാക്സിമം നമ്മൾ PVR പാസ്പോർട്ടിന് മുടക്കുന്ന കാശും പിന്നെ GST, കൺവീനിയൻസ് ഫീ എന്തുകൊണ്ടും പറയാം, അതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ടോട്ടലി 123 രൂപയാണ് ഒരു സിനിമയ്ക്ക് ആവുള്ളൂ. ഈ 123 രൂപ മുടക്കിയിട്ട് നിങ്ങൾ PVR തിയേറ്ററിലേക്ക് ചെല്ലുന്നു. അപ്പോൾ നിങ്ങൾ മാത്രമേ അവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഒരാളുള്ളൂ എന്ന് വെക്കുക. എന്നാൽ പോലും നിങ്ങൾക്ക് ഈ ഷോ കാണാൻ പറ്റും. കാരണം PVRൽ ഈ 2026 2 സിനിമയാണ് ഞാൻ മാത്രം, തിയേറ്ററിൽ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ആ രീതിയിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആളില്ലാത്തതിൻ്റെ പേരിൽ ഷോ മുടങ്ങുന്നു എന്നുള്ളൊരു സംഭവങ്ങളൊന്നും PVRലില്ല. ഒരാളുണ്ടെങ്കിൽ പോലും നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സിനിമ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ PVR പാസ്പോർട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സിനിമകളൊക്കെ കാണാനായിട്ട് എന്തുകൊണ്ടും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് PVR പാസ്പോർട്ട്.